പഠിക്കേണ്ടത് രണ്ട് പഠന സമീപനങ്ങളാണ്. ഭൂമിശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട രണ്ട് പഠന സമീപനങ്ങൾ. ഒന്നാമത്തെ സമീപനമാണ് ഇത് വ്യവസ്ഥാപിത സമീപനം. ഒന്നാമത്തെ സമീപനത്തിന്റെ പേരെന്താണ്? വ്യവസ്ഥാപിത സമീപനം അഥവാ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. രണ്ടാമത്തെ സമീപനമാണ് ഇത് മേഖലാ സമീപനം. ജോഗ്രഫി പഠനവുമായി ബന്ധപ്പെട്ട രണ്ട് പഠന സവിശേഷതകളാണ്. അത് ഭൂമിശാസ്ത്ര പഠനത്തിന് നിലവിൽ രണ്ട് പ്രധാന സമീപന രീതികളാണ് ഉള്ളത്. ഒന്ന് വ്യവസ്ഥാപിത സമീപനം അഥവാ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. രണ്ട് മേഖലാ സമീപനം അഥവാ റീജിയണൽ അപ്രോച്ച്. ഈ രണ്ട് പഠന സമീപനങ്ങളാണ് എവിടെയുള്ളത്? ഭൂമിശാസ്ത്ര പഠനത്തിൽ നിലവിലുള്ളത്. വ്യവസ്ഥാപിത സമീപനം എന്ന് പറയുന്നത് അപ്പോ അതിന്റെ ഉപജ്ഞാതാവാരാണ്? അലക്സാണ്ടർ വൺ ഹംബോൾട്ട. അലക്സാണ്ടർ വൺ ഹംബോൾട്ടയാണ് ഇതിന്റെ ഉപജ്ഞാതാവ്, വ്യവസ്ഥാപിത സമീപനത്തിന്റെ ഉപജ്ഞാതാവ്. അതായത് അദ്ദേഹം പറയുന്നത് ഓരോ പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിന്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഏത് സമീപന രീതിയില്? വ്യവസ്ഥാപിത സമീപന രീതിയിൽ. അലക്സാണ്ടർ വൺ ഹംബോൾട്ട എന്ന ഭൂമിശാസ്ത്രജ്ഞനാണ് ഏത് തിയറിയുടെ ഉപജ്ഞാതാവ്? വ്യവസ്ഥാപിത സമീപനം എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് അലക്സാണ്ടർ വൺ ഹംബോൾട്ട. അദ്ദേഹം പറയുന്നത് ഓരോ പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിന്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നു. അതിനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളെ പറ്റി പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ലോകത്താകമാനമുള്ള സസ്യജാലങ്ങളെ പറ്റി എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ആദ്യഘട്ടത്തില് ലോകത്തെ ആകമാനമുള്ള നൈസർഗിക സസ്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നു? കുറിച്ചാവും പഠനം. തുടർന്ന് അതിന്റെ മധ്യരേഖ മഴക്കാടുകള്, സ്തൂപികാഗ്ര വനങ്ങൾ, സൂചിത്തലക്കാട്, മൺസൂൺ വനങ്ങൾ എന്നിവയിൽ ഏതാണ് ആ പ്രദേശത്ത് വളരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് വിശകലനം ചെയ്യുകയും അതിന്റെ അതിർത്തി നിർണ്ണയിക്കുക ചെയ്യുന്ന പഠനമാണ് ഇത് വ്യവസ്ഥാപിത രീതി. നമ്മൾ ഇത്ര ഓർത്താൽ മതി. ഓരോ പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിന്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്ന രീതിയാണിത് വ്യവസ്ഥാപിത രീതി. വ്യവസ്ഥാപിത രീതിയുടെ ഉപജ്ഞാതാവാരാണ്? അലക്സാണ്ടർ വൺ ഹംബോൾട്ടയാണ്. വ്യവസ്ഥാപിത രീതിയുടെ ഉപജ്ഞാതാവാരാണ്? അലക്സാണ്ടർ വൺ ഹംബോൾട്ട. ഓക്കെ. അപ്പം ഭൂമിശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന സമീപനങ്ങളാണുള്ളത്. ഒന്ന് വ്യവസ്ഥാപിതം, ഉപജ്ഞാതാവ് അലക്സാണ്ടർ വൺ ഹംബോൾട്ട. പറയുന്നത് ഓരോ പ്രതിഭാസത്തെയും ആഗോളതലത്തിൽ പഠിക്കുകയും തുടർന്ന് അതിന്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും ക്രമങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതിന് നേരെ എതിരായിട്ടുള്ള ഒരു സമീപനമാണിത് മേഖലാ സമീപനം. നേരെ എതിരായിട്ട് വരുന്ന സമീപനമാണിത് മേഖലാ സമീപനം എന്നത്. ഓക്കെ. കാൾ റിട്ടർ, അതായത് അലക്സാണ്ടർ വൺ ഹംബോൾട്ടയുടെ സമകാലികനായ കാൾ റിട്ടർ എന്ന ഭൂമിശാസ്ത്രജ്ഞനാണ് ഏത് സമീപനം കൊണ്ടത്? മേഖലാ സമീപനം എന്ന തിയറി അവതരിപ്പിക്കുന്നത്. മേഖലാ സമീപനത്തിന് ഉപജ്ഞാതാവാണ് കാൾ റിട്ടർ ആണ്. മേഖലാ സമീപനത്തിന് ഉപജ്ഞാതാവാരാണ്? കാൾ റിട്ടർ ആണ്. ഇദ്ദേഹം പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ പറ്റി പഠിക്കുവാൻ ആഗോളതലത്തിൽ എന്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ലോകത്തെ പല മേഖലകളായി ഇവിടെ എന്ത് ചെയ്യും? തിരിക്കുന്നു. അതിൽ ഓരോ മേഖലയിലുള്ള ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നു. മേഖലകൾ പ്രകൃത്യാലോ രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോ നിശ്ചയിക്കപ്പെട്ടതാകാം. നമ്മൾ ലോകത്തെ മൊത്തത്തിൽ എന്ത് ചെയ്യണ്ട? ഒന്നിച്ച് പഠിക്കണ്ട. ലോകത്തെ നമുക്ക് എന്ത് ചെയ്യാം? പല മേഖലകളിലേക്ക്. ഇപ്പൊ 7 ഭൂഖണ്ഡങ്ങളില്ലേ? ഓരോ ഭൂഖണ്ഡവും എന്താണ്? ഓരോ മേഖലയാണ്. അല്ല ഒരു രാഷ്ട്രം എന്താണ്? ഒരു മേഖലയാണ്. ഇപ്പൊ ഇന്ത്യ എന്ന രാഷ്ട്രം, ഇന്ത്യ എന്ന പറ്റി മാത്രം നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം.
അതല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡമുണ്ടല്ലോ, അതൊരു പ്രത്യേക മേഖലയാണ്, അതിനെപ്പറ്റി പഠിക്കാം. അങ്ങനെ എങ്കിലും ഒരു മേഖലയെ തിരിച്ച് ആ മേഖല മാത്രം നമ്മൾ പഠിച്ചാൽ മതി, അല്ലാതെ ലോകത്തുള്ളതിനെ പറ്റി എല്ലാം പഠിക്കണ്ട എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഇത് മേഖലാ സമീപനം. ഇതുമായി ബന്ധപ്പെട്ട രണ്ട് ഡെഫിനേഷൻ സ്കൂൾ ടെസ്റ്റ് പറയുന്നുണ്ട്. എന്താണ് ഭൂമിശാസ്ത്രം എന്ന രണ്ട് ഡെഫിനേഷൻ അവർ ഒറ്റ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഭൗമോപരിതലത്തിലെ സ്ഥലീയ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഭൂമിശാസ്ത്രം. ആര് പറഞ്ഞു? റിച്ചാർഡ് ഹാർട്ട്സോൺ. റിച്ചാർഡ് ഹാർട്ട്സോൺ മുന്നോട്ട് വെച്ച ഒരു ഡെഫിനേഷനാണ് ഇത്. ഭൗമോപരിതലത്തിലെ സ്ഥലീയ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് ഇത് ഭൂമിശാസ്ത്രം. ആറ് വാക്കാണ് റിച്ചാർഡ് ഹാർട്ട്സോൺ. ഭൗമോപരിതലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം. പറഞ്ഞതാരാണ്? ഹെറ്റ്നർ ആണ്. ഭൗമോപരിതലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇത് ഭൂമിശാസ്ത്രം. പറഞ്ഞതാരാണ്? ഹെറ്റ്നർ ആണ്. ഹെറ്റ്നർ. രണ്ട് ഡെഫിനേഷൻ. ഒന്ന് റിച്ചാർഡ് ഹാർട്ട്സോണിന്റെ ഭൗമോപരിതലത്തിലെ സ്ഥലീയ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണവുമാണ് ഇത് ഭൂമിശാസ്ത്രം, റിച്ചാർഡ് ഹാർട്ട്സോൺ. രണ്ട്, ഭൗമോപരിതലത്തിലെ വിവിധ ഭാഗങ്ങൾ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വെച്ച് പഠനമാണ് ഇത് ഭൂമിശാസ്ത്രം. അത് പറഞ്ഞാരാണ്? ഹെറ്റ്നർ ആണ്. ഓക്കെ.